ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കുറുമയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി അതിലേക്ക് ഒരു അരപ്പാണ് തയ്യാറാക്കാനുള്ളത്. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു അര മുറി തേങ്ങ, അതായത് ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചിരവിയതും, ഒരു 5-8 വെള്ളുള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും, പിന്നെ ഒരു 5 പച്ചമുളക്, ഇതുപോലെ നല്ല എരിവുള്ള പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് കീറിയത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 7-8 പീസ് കാഷ്യൂ ആണത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്തിട്ട് അല്പം വെള്ളമൊഴിച്ച് നമ്മൾക്കൊന്ന് 2-3 വട്ടം ഒന്ന് പൾസ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് കിട്ടുക. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാവുന്ന സമയത്ത് ഒരു 1/4 സ്പൂണ് ഉലുവ, ഒരു 2-3 കഷ്ണം പട്ട ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു ചെറിയ സവോള നീളത്തിലരിഞ്ഞത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് ചെറുതായി വഴന്ന് വരട്ടെ. ഇനി അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അധികം പഴുക്കാത്തൊരു തക്കാളി തന്നെ എടുക്കുക. അതുകൂടി ചേർത്ത് നല്ലതുപോലെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരല്പം പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സവോളയും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. ഇനി അതിലേക്ക് നമ്മൾ ഒരു 3-4 ഇതൾ കറിവേപ്പില കൂടി നല്ല ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ സവോളയും തക്കാളിയൊക്കെ ഒന്ന് ശരിക്കൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളൊരു 3/4 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിക്കണം. അത് നമ്മളെ മുട്ടയ്ക്ക് ഗ്രേവിക്ക് കണക്കാക്കിയിട്ടുള്ള വെള്ളം ഒഴിക്കുക. 4 കോഴിമുട്ടയുള്ളൂ, അതിന് കണക്കാക്കി ഒഴിച്ചാൽ മതി. എന്നതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ചിട്ടൊരു 3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. 3 മിനിറ്റ് കഴിഞ്ഞതാ നമ്മളെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ആ കോഴിമുട്ട തോലെല്ലാം കളഞ്ഞ് നമ്മളത് ഒന്ന് വരഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിത് രാവിലെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇനി അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ആ മിക്സിയുടെ ജാറിലുള്ള കഴുകിയ ആ അരപ്പും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുമ്പോൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഞാനത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു അര സ്പൂണ് കുരുമുളക്, നല്ല ക്രഷ് ചെയ്ത നല്ല കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് ഉണ്ടാക്കാനും പറ്റും. വളരെ ടേസ്റ്റിയായ നല്ലൊരു കുറുമയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പത്തിന് നല്ല ബെസ്റ്റ് കോമ്പാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കുക. ഈ സമയത്ത് ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേവിയെല്ലാം നല്ല കറക്റ്റ് പരുവത്തിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉപ്പും എരിവെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് നല്ലൊരു വറവിട്ട് കൊടുക്കണം. വറവ് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 10 ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തത് നല്ലതുപോലെ മൂപ്പിക്കണം. അതായത് ഈ വറവ് നിർബന്ധമാണ്. ഇതുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കുറുമയുടെ നല്ലൊരു രുചിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ വറവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. എന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു മണമാണ്. കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾക്ക് അതിൻ്റെ രുചിയും ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മുട്ടക്കുറുമ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇന്നിപ്പോൾ ഞാൻ മുട്ടക്കുറുമ ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. എന്തിൻ്റെ കൂടെ ഇത് നന്നായിട്ട് ചേരും. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.